ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രം വേദത്തെ കൊണ്ട് ആ കട്ടിലേക്ക് വിടാന്ന് പറഞ്ഞ ഒറ്റ ഇടല. അയ്യോ, എൻ്റെ കാല് വേദനിക്കുന്നു, നിങ്ങൾ എന്ത് പണിയാണ് മനുഷ്യയെ കാണിച്ചത്, എന്നെ ഇങ്ങനെ ഇടേണ്ട ആവശ്യമുണ്ടോ അമ്മേ, അയ്യോ എൻ്റെ കാല് വേദനിക്കുന്ന. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് വിക്രം പേടിച്ചു. നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കാറുന്നത്, എൻ്റെ കാല് വേദനിക്കുന്നേ, ഓടി വായോ. അപ്പോൾ അതേ വരുന്ന കമലാമ്മയും അതേപോലെ തന്നെ ശ്രീജയും കൂടി പേടിച്ചിട്ട് ഓടി അങ്ങോട്ട് വരികയാണ്. അയ്യോ മോളെ, എന്ത് പറ്റി അമ്മേ, ഈ വിക്രമില്ലേ എന്നെ ഒറ്റ ഇടല്, എൻ്റെ കാല് വേദനിക്കുന്ന അമ്മേ, എനിക്ക് കാല് ഭയങ്കര വേദന എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും കാർച്ചയാണ്. അപ്പോൾ വിക്രം പറയണേ, ഇല്ലമ്മേ, അവൾക്കൊന്നുമില്ല, അവൾ ചുമ്മാ അഭിനയിക്കുന്നത്. എടാ വിക്രം, നീ എന്താടാ കൊച്ചിനെ കാണിച്ചത്, അതിൻ്റെ കാല സുഖം നിനക്ക് അറിയാൻ പാടേടാ, എടാ നിന്നെയൊക്കെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കൈ അങ്ങോട്ട് ഉയർത്തുകയാണ് കമലാമ്മ അടിക്കാനായിട്ട്. അയ്യോ അമ്മേ, അടിക്കില്ലമ്മേ എന്ന് വിക്രം പറഞ്ഞെങ്കിലും നമ്മുടെ വേദ പറയണം, അമ്മേ മനപ്പുറം എൻ്റെ കാല് വേദനിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും എന്നെ താഴത്തേക്ക് പിടക്കാന്നും പറഞ്ഞ ഒറ്റ ഇടലമ്മേ, എനിക്ക് വേദന സഹിക്കാനായിട്ട് പറ്റും അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട്. എടാ നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ കുനിച്ച് നിർത്തി ശ്രീജയും കമലാമ്മയും കൂടി നേരെ പടക്കെന്നും പറഞ്ഞ് മുട്ടുകൈ മടക്കി അങ്ങോട്ട് അടിക്കുകയാണ്. അയ്യോ എൻ്റെ മുതുകേ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രം വരികയാണ്. അയ്യോ എൻ്റെ മുതുക് വേദനിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതെല്ലാം വിക്രത്തിൻ്റെ ഓർമ്മയായിരുന്നു. വിക്രം വേദയെ താഴ്ത്ത് കിടത്തിയിട്ടില്ല. വിക്രത്തിൻ്റെ കയ്യിൽ ഇപ്പം തന്നെ വേദനിക്കുന്നുണ്ട്. അപ്പോൾ വേദ ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഇതെന്താ കുറേ നേരം ആയല്ലോ എന്നെ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, എന്നെ കിടത്തുന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ കിടത്തുന്നില്ലല്ലോ, എന്ത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇനി ചോദിക്കാം. അപ്പോഴാണ് വിക്രമിന് മനസ്സിലായത് തൻ്റെ കയ്യിൽ വേദയുണ്ടെന്ന്. അങ്ങനെ വേദയെ ഞാൻ പതുക്കെ കിടത്താട്ടോ എന്നും പറഞ്ഞ് വേദയെ പോയി കട്ടിലേക്കോട്ടെ അങ്ങോട്ട് പതുക്കെ കിടത്തുകയാണ്. അല്ലെങ്കിൽ മുതുകത്ത് പണി കിട്ടുമെന്ന് വിക്രത്തിന് ശരിക്കും അറിയാം. അങ്ങനെ വേദയാണെങ്കിൽ ദൈവം എൻ്റെ കാല് വേദനിച്ചിട്ട് ഒരു രക്ഷയില്ലല്ലോ എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാൻ പോവാ, നിങ്ങളെന്താന്ന് ചെയ്യ്, അല്ല എനിക്ക് വല്ല കൊട്ടൻ ചുക്കാതെ എണ്ണയും പുരട്ടി തിരുമ്മിത്തരാനുള്ള വല്ല ഇതുണ്ടോ, പിന്നെ അതിന് വേറെ ആളെ നോക്കിയാൽ മതി, ഉള്ള കൊട്ടൻ ചുക്കാതെ എണ്ണ ഒന്ന് പൊയ്ക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പോവുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധയാണ്. അപ്പോൾ രാധയാണ് ദർശൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുക. അപ്പോൾ ഇതാരാ വന്നിരിക്കുന്ന, രാധയോ, വന്നിരിക്കും രാധേ, എങ്ങനെയുണ്ട് രാധേ. അല്ല സർ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്ന സാർ, സാറെന്തിനാ ആ മുഴുവൻ പണം കൊടുത്തത്? ഞാൻ മുഴുവൻ പണം കൊടുത്തുന്നു? ഞാനതിന് മുഴുവൻ പണം കൊടുത്തിട്ടില്ലല്ലോ രാധേ. സർ പിന്നെ ആരാണ് സാർ ആ ഓട്ടോറിക്ഷയുടെ മുഴുവൻ പണം എന്തിനാണ് സാർ കൊടുത്തത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് ഞാനല്ലെങ്കിലോ പിന്നെ ആരാണ് സാർ? അതേതായാലും ഇപ്പം അറിയണ്ട, ഇനി രാധയ്ക്ക് ആ പണം തിരിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്ക്, അന്നേരം അറിഞ്ഞാൽ പോരെ സർ. എന്നാലും എനിക്ക് അറിയണം സർ അതാരാണെന്ന്. പക്ഷേ ആ പൈസ തന്ന ആൾക്ക് രാധയോട് പറയാനായിട്ട് താല്പര്യമില്ലെങ്കിലോ അയാളുടെ പേര്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഏതായാലും രാധ പൈസ അടക്ക് തിരിച്ച്, അതായിരിക്കും നല്ലത്. ഇനി ആ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ജോലി ചെയ്ത് ആ പൈസ ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് നടക്കാനായിട്ട് നോക്ക്, ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധ അവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും ദർശൻ വീണ്ടും വിളിക്കുകയാണ്. അതെ, മുതൽ മാത്രം മതി കേട്ടോ, പലിശ വേണ്ട, അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രാധയെ വീണ്ടും പറഞ്ഞു കൊടുക്കുക. രാധയ്ക്ക് ഭയങ്കര ഡൗട്ട്. ഈ സമയം തന്നെ നമ്മുടെ നന്ദിനിയെ കാണിക്കണം. അയ്യേ, ഇതെന്താണ് ഈ കാണുന്നത് ഞാൻ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അവൻ്റെ ഒക്കത്ത് കയറി നിൽക്കുന്നു. അച്ഛൻ കയറി വന്നിട്ട് പോലും വേദയെ താങ്ങിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് വിക്രം. നാണമല്ലേ അവനെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങളില്ലാത്ത തക്ക നോക്കി എന്തെല്ലാം പരിപാടിയാണ്. ഇതെങ്ങാനും രാധ അറിഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അല്ലെങ്കിലും രാധ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഉടനെ തന്നെ രാധയെ വിളിച്ച് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് ഈ നന്ദിനി നേരെ രാധയുടെ ഫോണിലേക്ക് വിളിക്കാം. അപ്പോൾ രാധയുടെ ഫോണിലേക്ക് വിളിച്ച് എന്താ എടുത്തി എന്താ വിളിച്ചത്? എൻ്റെ പൊന്ന് രാധേ, നീ എന്നെടുക്കുവാ രാധേ, നീ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ ഓട്ടത്തിലാണ്. നീ ഓടിക്കൊണ്ടിരുന്നോ, നിനക്കിനി ഓട്ടം കൂടും. ആണോ എടുത്തി എന്നെ ഓട്ടത്തിന് വിളിച്ചാണോ? എങ്കിപ്പം ഞാൻ ഇപ്പോൾ വരാം. എനിക്ക് ഓട്ടത്തിനൊന്നും അല്ല, പക്ഷേ ഇനി നിൽക്കാതെ നീ കിടന്ന് ഓടുന്നത് ഞാൻ കാണുക തന്നെ ചെയ്യും. അപ്പം വല്ല സ്കൂൾ ഓട്ടം കിട്ടിയിട്ടുണ്ടാവും, എന്തെങ്കിലും ഓർഡർ പിടിച്ചു തരാനാണോ ഏട്ടത്തി? എങ്കിൽ പറഞ്ഞു, ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. ശരി അതെ, നിനക്ക് ഈ ഓട്ടവും പൈസ ഉണ്ടാക്കലും മാത്രമേ നിന്റെ മനസ്സിലുള്ളൂ, വേറൊരു ചിന്തയും നിന്റെ മനസ്സിലില്ലേ? എന്താ ഏട്ടത്തി എന്താന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് പറ. നീ എപ്പോഴും നിന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളുണ്ടല്ലോ വിക്രം. എന്ത് ചെയ്യാനാടി, നീ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കയറി വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്ത് ചെയ്യാം, തല വീതി. ആ വേദയെന്ന് പറഞ്ഞവള്
ഇങ്ങോട്ട് കയറി വന്നില്ലേ, ഇനി വല്ലതും ചെയ്യാനായിട്ട് പറ്റുമോ? അവളിപ്പോ വിക്രത്തെ മയക്കെടുത്തിരിക്കുകയാണ്. നിന്നെ പൂർണ്ണമായിട്ടും വിക്രം മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ മട്ടാണ് എൻ്റെ പൊന്നു മോളെ. നീ ഇനി കണ്ണീരൊഴുക്കി നടക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിക്രം അതേപോലെയാ കാണിച്ചു വിടുന്നത്. എന്താ നീ എടുത്തി എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ തുറന്നു പറ. അതെ, ഇന്നലെ ഞാനും ഇവിടെയുള്ള എല്ലാവരും കൂടി എൻ്റെ വീട്ടിൽ ഒരു പൂജയും പിന്നെ കൊട്ടുപാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പരിപാടിക്ക് വേണ്ടി പോയിരിക്കുകയായിരുന്നു. ഞങ്ങള് ഇന്ന് തിരിച്ചു വന്നപ്പോഴേ ഇവിടുത്തെ പരിപാടികളൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് സകല കാര്യങ്ങളോട് പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാധയ്ക്ക് കാലി വരിക. രാധ പെട്ടെന്ന് അവിടെ ഫോൺ കട്ടാക്കിയുണ്ട്. രാധേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി വിളിച്ചെങ്കിലും അവിടെ ഫോൺ കട്ടാക്കി വിട്ടു. സാരല്ല, ഫോൺ കട്ടാക്കി വിടട്ടെ. പക്ഷേ മനസ്സിന് വല്ലാത്തൊരു സുഖം. അവളുടെ മനസ്സിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി വിട്ടല്ലോ. അതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ സുഖം എന്നും പറഞ്ഞുകൊണ്ട് നന്ദി പിന്നീട് വർക്ക്ഷോപ്പിലേക്ക് വിക്രം പാഞ്ഞങ്ങോട്ട് വരികയാണ്. പാഞ്ഞു വന്നിട്ട് വിക്രമിനെ കണ്ടപ്പോൾ എല്ലാവരും ചാടി എണീക്കുകയും ചെയ്യാണ്. വിക്രം ഫോൺ എടുക്കുക. ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ ഫോൺ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കണം. അത് കൊള്ളാം, നീ ഇവിടെ ഫോൺ എടുത്ത് വെച്ചുകൊണ്ട് പോയത് ഞങ്ങളെങ്ങനെ അറിയണ? ഈ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കാറുന്നില്ലേ? കോള് കണ്ടില്ലായിരുന്നോ? ഞങ്ങൾ കണ്ടതല്ല ഫോൺ അടിക്കണേന്നു. നീ എന്താടാ? അല്ല, നീ ഇതെവിടെയായിരുന്നു? പക്ഷേ വിക്രം അതിനൊന്നും മറുപടി കൊടുത്തില്ല. ഏതായാലും പൊട്ടൻ, നാലേറി വിളിച്ചിട്ട് പോലും നോക്കാനായിട്ട് കണക്ക് കൂട്ടിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് ഒറ്റ പോക്ക്. ഇവർക്കൊന്നും മനസ്സിലായതുമില്ല. കാരണം വിക്രം മറുപടി ഒന്നും പറഞ്ഞുമില്ല. അങ്ങനെ വിക്രം ബൈക്ക് എടുത്തുകൊണ്ട് നേരെ പോയി കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിൻ്റെ ബൈക്കിൻ്റെ മുന്നിലേക്ക് നമ്മുടെ രാധ ഓട്ടോറിക്ഷ വട്ടം അങ്ങോട്ട് വെക്കുകയാണ്. രാധ അവിടെ നിന്ന് ഇറങ്ങി വിക്രത്തിന് നേരെ, നിങ്ങൾ എന്ത് ഭാവിച്ചാണ് എന്നൊക്കെ ചോദിക്കണം. നീ ആരാടി ഇതൊക്കെ പറയാനായിട്ട്? കൊള്ളാം, നിങ്ങളും വേദയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അല്ല, ഞാനും നീയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആകെ ഉണ്ടായിരുന്നത് കുട്ടിക്കാലത്ത് ഒരുമിച്ച് കളിച്ചിരിച്ച് വളർന്നു, അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ നീ എന്നെ കൂടുതൽ ഭരിപ്പിക്കാനൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല രാധേ. ഓഹോ, അപ്പൊ വിക്രമേട്ടൻ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത് അല്ലേ? നിങ്ങളെ കേസിൽ നിന്ന് പുറത്തിറക്കാനും നിങ്ങളുടെ ഒരേ കാര്യത്തിന് ഞാൻ ഓടി നടക്കാനും നിങ്ങൾക്ക് വേണ്ടി ഇത്രയും പൈസകളൊക്കെ ചെലവാക്കിയ എന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണം? നിനക്ക് എന്താണ് വേണ്ടത്? അതെ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുതെന്ന്. നീ ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടിയാണോ വന്നിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് പറ. അല്ലാതെ എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹായ്, മനസ്സിലായി, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അപ്പം ഞാൻ നിങ്ങളുടെ പിന്നാലെ നടക്കുന്നത് പൈസക്ക് വേണ്ടിയാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞു കൂട്ടുന്നത്. എനിക്ക് മനസ്സിലായി വിക്രമേട്ട, നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ സ്നേഹിച്ചൊരു വിക്രം ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ ഇല്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് വെറും നീചനായ വിക്രം മാത്രമാണ്. അതുകൊണ്ട് വേണ്ട, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ വേദയായിട്ട് ഉല്ലസിച്ച് രസിച്ച് ആ വീടിനുള്ളിൽ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് വേദയെ എടുത്തോണ്ട് പൊക്കിക്കൊണ്ട് നിന്നു. ഇതെല്ലാം ഞാൻ അറിഞ്ഞു. നീ അനാവശ്യം പറയാൻ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാതെ നീ കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കരുത് എന്ന് പറയാ. അതെ, സിറ്റുവേഷൻ എനിക്ക് അറിഞ്ഞൂടല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിച്ചത്. ഞാൻ നിങ്ങളവിടെ കിടന്ന് ഉല്ലസിക്കുമ്പോഴും ഞാൻ പുറത്ത് കിടന്ന് എൻ്റെ ഓട്ടോറിക്ഷ പോയതിൻ്റെ ആകെ സങ്കടത്തിലായിരുന്നു. എൻ്റെ ഓട്ടോറിക്ഷ CC എടുത്തുകൊണ്ട് പോയായിരുന്നു. അത് പറയാൻ വേണ്ടി നിങ്ങളുടെ ഫോണിലേക്ക് എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചെന്നറിയാവോ? എന്നിട്ട് നിങ്ങൾ ഫോൺ എടുത്തോ? ഇല്ലല്ലോ. നിങ്ങൾ ഫോൺ എടുക്കില്ല. അതിൻ്റെ അത് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. പച്ചക്കള്ളമാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് മുഴുവനും പച്ചക്കള്ളം. കാരണം വേദയെ നിങ്ങളുടെ കൺമുന്നിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എല്ലാം കൊണ്ട് മറന്നു. നിങ്ങൾ ആടി ഉല്ലസിക്കുകയായിരുന്നു. അതേടി, ആടി ഉല്ലസിക്കുക തന്നെയായിരുന്നു. അതിനിപ്പോൾ നിനക്കെന്താ? വേദ എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ ചിലപ്പോൾ റൂമിനുള്ളിൽ ഉല്ലസിക്കും, അല്ലെങ്കിൽ നാട് റോട്ടിൽ പോയി ഉല്ലസിക്കും. അതെല്ലാം എൻ്റെ ഇഷ്ടം. ഞാൻ പലതും അങ്ങനെ ചെയ്യും. ഇത് കേട്ടപ്പോൾ രാധയുടെ കണ്ണുകളൊക്കെ നിറയാം. മനസ്സിലായി, ഉല്ലസിച്ചോ? ഇനി നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പക്ഷേ വിക്രമേട്ടാ, ഒരു കാര്യമുണ്ട്, എല്ലാം വെച്ച് കളിക്കാം. പക്ഷേ ഈ ഫീലിങ്സ് വെച്ച് മാത്രം കളിക്കരുത് വിക്രമേട്ടാ. നിങ്ങൾ അനുഭവിച്ച് മടങ്ങൂ. എൻ്റെ മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടെന്ന് നിങ്ങൾ അന്ന് തിരിച്ചറിയും വിക്രമേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രാധ ഓട്ടോറിക്ഷ എടുത്തിട്ട് അവിടെ നിന്ന് പോവുക. വിക്രത്തിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വേദയാണ്. ഇപ്പം വേദയാണെങ്കിൽ കാല് വേദനിച്ചൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് കമലാമ്മ കയറി വരുന്നത്. മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. വേദ അവിടെ നിന്ന് എണീക്കുകയും കാല് വേദനിക്കുകയും ചെയ്യണം. അയ്യോ മോളെ, നല്ല വേദനയുണ്ട്. അമ്മേ, നല്ല വേദനയുണ്ട്. ഒരു കാര്യം ചെയ്യാം,
നമുക്കേ ഇച്ചിരി ഓയിലൊക്കെ ഇട്ട് തിരുമാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇനി വല്ല പൊട്ടിയിട്ടുണ്ടാവോ? പൊട്ടലൊന്നുമില്ല മോളെ. പൊട്ടിയിട്ടുണ്ടെങ്കിലേ ഇപ്പം തന്നെ നീര് വെച്ചാനായിരുന്നു. വിക്രമായിട്ട് ചെറിയ കശവിശയൊക്കെ ഉണ്ടായി അമ്മേ. അപ്പോൾ വിക്രമനെ തല്ലാനായിട്ട് ഓടിച്ചിട്ടതാ. അയ്യോ, അവൻ മോളെ തല്ലാനായിട്ട് ഓടിച്ചിട്ടോ? അയ്യോ, അങ്ങനെയല്ല അമ്മേ, ചുമ്മാ കളിതാമാശയൊക്കെ. അങ്ങനെ പോയപ്പോൾ എൻ്റെ കാലിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവനെ കൊണ്ട് തോറ്റല്ലോ. ഞാൻ ഏതായാലും ഇച്ചിരി എണ്ണയൊക്കെ എടുത്തുകൊണ്ട് വന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് തരാം. പക്ഷെ അമ്മേ, നീരുള്ള കാലിൽ അങ്ങനെ മസാജ് ചെയ്യാൻ പാടില്ലെന്നല്ലേ? അങ്ങനെ നീരില്ലല്ലോ, അതുകൊണ്ടല്ലേ മസാജ് ചെയ്യാന്ന് പറഞ്ഞത്. മോൾക്കിപ്പോൾ നല്ല വേദനയില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ ഉള്ളിൽ നിന്ന് അങ്ങനെ വിങ്ങുന്ന പോലത്തെ ഒരു വേദനയാ അമ്മേ. ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കമലാമ്മ അവിടെ നിന്ന് പോവാ. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ്. അപ്പോൾ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വർഷ ഒന്ന് കിന്നരിച്ചു കൊണ്ട് നേരെ അങ്ങോട്ട് അടുത്തടുത്ത് ചെന്ന് ശ്രീകാന്തിൻ്റെ കൈയും പിടിച്ചിങ്ങനെ നിൽക്കാം. എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ, എങ്കിൽ പിന്നെ ഞാൻ പോവാം. ഇവിടെ ഇരിക്കും വർഷേ, എന്താന്ന് വെച്ചാൽ പറ. അത് പിന്നെ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം? ഈ വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നേ ഫലിക്കുമെന്നാണ് പറയാറ്. എന്ത് സ്വപ്നം? അല്ല, അച്ഛൻ മരിച്ചു പോയതേട്ടോ. അയ്യോ, നിന്റെ അച്ഛൻ മരിച്ചു പോയതേട്ടോ? എൻ്റെ അച്ഛനല്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ശ്രീകാന്ത് പേടിച്ചുപോയി. ഞാനേ ഈ അച്ഛന് രണ്ടാമത്തെ അറ്റാക്ക് വന്നില്ലേ, ആ അറ്റാക്ക് വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സദ്യ കഴിക്കുന്ന സ്വപ്നമൊക്കെ കാണുമായിരുന്നു. ഈ സദ്യ കഴിക്കുന്ന സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഉടനെ തന്നെ ഒരു മരണം ഉണ്ടാകുമെന്നാണ് പറയാറ്. ഇപ്പോൾ അച്ഛൻ മരിച്ചതായിട്ട് വീണ്ടും ഒരു സ്വപ്നം കണ്ടു, അതുകൊണ്ടൊരു പേടി. വർഷ, നീ എന്തൊക്കെയാ പറയുന്ന വർഷേ? ആരോടാണ് പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ? എനിക്ക് നിങ്ങളോടല്ലാതെ എനിക്ക് എൻ്റെ അമ്മയോട് പോയി പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞിട്ട് ശരിയാണോ? ഞാൻ നിങ്ങളോട് അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. എൻ്റെ അച്ഛനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. പക്ഷേ അപ്പോൾ അച്ഛനാണ് വേറൊരു കാര്യം പറഞ്ഞത്. എന്ത് കാര്യം? അല്ല, ഈ നമ്മുടെ അച്ഛനെ ഈ അറ്റാക്ക് ഉണ്ടാകാനും പിന്നെ സ്റ്റേറിൽ നിന്ന് വീഴാനുള്ള കാരണക്കാരി ആരാ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? വേദയാണല്ലോ. അപ്പോൾ പിന്നെ വേദയെ എന്നേക്കുമായി നമുക്കിവിടെ നിന്ന് ഒഴിവാക്കണം. അതാണ് വേണ്ടത്. കാരണം ഇനി അച്ഛൻ്റെ സ്വത്തുക്കൾ മുഴുവനും വേദയ്ക്ക് അവകാശപ്പെട്ടാലോ? അങ്ങനെയൊന്നും ഇല്ലെന്നേ. സ്വത്തുക്കൾ മുഴുവൻ നമ്മുടെ കയ്യിലാണല്ലോ. അതല്ല, ഇനിയിപ്പോൾ അച്ഛൻ ഇതിൽ നിന്ന് വിരമിച്ച് എല്ലാം കഴിയുമ്പോഴത്തേക്കും അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകൂലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അച്ഛനോട് പറയണം നിങ്ങളുടെ പേരിലേക്ക് സ്വത്തുക്കളെല്ലാം എടുത്തരാനായിട്ട്. അച്ഛനതിന് സമ്മതിക്കോ? സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛനും 3 മക്കളെയും ഒരേപോലെയാണ് കാണുന്നതെങ്കിലേ പണി കിട്ടും. ഒരു ഉപകാരമില്ലാതെ അച്ഛനെ ഇത്രയും ദ്രോഹിച്ച് അവൾക്ക് ഇനിയും സ്വത്തുക്കൾ എഴുതി കൊടുക്കാനാണോ? അതൊന്നും പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇത് കാര്യങ്ങളെല്ലാം നേടിയെടുത്തോളണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിന് ചെറിയൊരു സങ്കടവും ഡൗട്ടൊക്കെ ഇങ്ങനെ തോന്നുകയാണ്. അപ്പോൾ ഇതെല്ലാം വർഷയുടെ അടവ് ആണെന്നും ശ്രീകാന്തിനൊക്കെ കുറേ മനസ്സിലാകുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.